ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്ന ഷക്കീർ സലഫി, ജില്ലയുടെയും പരിസര ജില്ലകളുടെയും ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള സഹോദരികളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സന്തോഷം തോന്നുന്ന ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ കൂടിച്ചേരലാണ് വെസ്റ്റേൺ ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ യൂത്ത് വിഭാഗം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതൊരപൂർവ സംഗമമാണ്. സമൂഹത്തിലുള്ള എല്ലാവരിലേക്കും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ പ്രവാചകൻ്റെ സന്ദേശം എത്തിക്കേണ്ട കടമ നമ്മളിൽ അർപ്പിതമാണ് എന്നുള്ളതിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ നിന്നാണ് സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ സംഘടിപ്പിച്ച് ഇത്തരത്തിലുള്ള ആശയങ്ങൾ സംസാരിക്കാനുള്ളൊരു വേദി ഇവിടെ ഒരുക്കിയത്. ഇവിടെ നേരത്തെ നിങ്ങൾ കേട്ട പോലെ നമ്മുടെ ഏറ്റവും ആത്യന്തികമായ ലോകവും അനശ്വരമായ ജീവിതവും ഇവിടെയല്ല. ഇവിടെ നമ്മൾ ഒരുപക്ഷെ നിങ്ങൾ കാഴ്ച പരിമിതി അനുഭവിക്കുന്നവരായിരിക്കാം. അല്ലാത്തവരായ പലരിലും പല പരിമിതികളുമുണ്ട്. ഒരുപക്ഷെ അംഗവൈകല്യം സംഭവിച്ചവരായിരിക്കാം, കേൾവിക്ക് പരിമിതി സംഭവിച്ചവരായിരിക്കാം, മനസ്സിന് പരിമിതി സംഭവിച്ചവരായിരിക്കാം. എല്ലാവരും പൂർണ്ണമല്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. ദൈവം തമ്പുരാൻ നമ്മളെ സൃഷ്ടിച്ചത് ഒരുപക്ഷെ നമുക്കൊരു പൂർണ്ണത തന്നിട്ടുണ്ടാവില്ല. നമ്മളുടെ അറിവും കഴിവും സാഹചര്യവും അനുസരിച്ച് നമ്മളെ സൃഷ്ടിച്ച ദൈവം തമ്പുരാനെ ഇബാദത്ത് ചെയ്യുകയും നന്മകൾ ചെയ്യുകയും നന്മകൾ മനസ്സിൽ കൊണ്ട് നടക്കുകയും അത് കുടുംബത്തിലും കുട്ടികളിലും പ്രസരിപ്പിക്കുകയും ഒക്കെ ചെയ്താൽ നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കുകയും അതുവഴി നമ്മൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുകയും അനശ്വരമായ ആ ജീവിതത്തിൽ എല്ലാ പരിമിതികൾക്കും അവസാനം കുറിച്ചുകൊണ്ട് നമ്മൾ പൂർണ്ണമായ മനുഷ്യന്മാരായി സന്തോഷവാന്മാരായി അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ നമ്മൾക്ക് ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ് സംഘടിപ്പിക്കപ്പെട്ടത്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇന്നലെ നിങ്ങൾ കേട്ടിരിക്കും ഒരു വല്ലാത്ത വാർത്ത. ഇന്ന് പത്രത്തിൽ വലിയ കോളത്തിൽ അടിച്ചു വന്നത്, ഒരു വലിയ ധനികൻ, കോൺഫിഡൻ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ സ്ഥാപകൻ CJ റോയ് സ്വന്തം വെടിവെച്ച് ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന് കോടിക്കണക്കിന് സ്വത്തുക്കളുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തും വിദേശത്തും നിറഞ്ഞു നിൽക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. എന്നിട്ടും അദ്ദേഹം സ്വയം വെടിവെച്ച് മരിക്കുകയാണ്. ഈ ലോകം ഇങ്ങനെയാണ്. വലാ തഖ്നതൂ മിർ റഹ്മത്തില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടരുത്. നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് വലുതാണ് എന്നുള്ളതായിരിക്കും നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ നമ്മളെ
താഴെയാണ് നോക്കേണ്ടത്. നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞ അല്ലെങ്കിൽ നമ്മളെക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരിലേക്ക് നോക്കിയാൽ നമുക്ക് കിട്ടിയത് വലിയ അനുഗ്രഹമായിരിക്കും. ഇപ്പം നിങ്ങളെ നോക്കിയാൽ നമ്മൾക്ക് യാതൊരു വ്യത്യാസവും കാണില്ല. നിങ്ങൾക്ക് കണ്ണിന് കാഴ്ചയില്ല എന്നൊന്നും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കുന്ന നമ്മൾക്ക് മനസ്സിലാവില്ല. കാരണം നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നുണ്ട്. നിങ്ങൾ നടക്കുമ്പോൾ മാത്രമേ നമുക്കെന്ത് മനസ്സിലാകുന്നുള്ളൂ, നിങ്ങൾക്കൊരു കാഴ്ച പരിമിതി ഉണ്ട് എന്നുള്ള ഒരു അവസ്ഥ ഉണ്ട്. പക്ഷേ ലോകത്ത് കാഴ്ച പരിമിതിയുള്ള ഒരുപാട് മഹാന്മാർ ലോകം അറിയപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ, ഹെലൻ കെല്ലർ എന്ന് പറയുന്ന, നിങ്ങളൊരു പക്ഷേ പഠിച്ചിട്ടുണ്ടാവും, ലോക പ്രശസ്തിയായ ഒരു വനിതയുണ്ട് ഹെലൻ കെല്ലർ. അവർക്ക് കാഴ്ചയില്ല, അവർക്ക് കേൾവിയുമില്ല. എന്നിട്ട് ലോകത്തിൻ്റെ നെറുകയിൽ ഇന്നും സ്മരിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയായി നോബൽ പ്രൈസ് അടക്കം കിട്ടിയ വലിയ ഒരു സ്ത്രീയായിട്ട് അവർ ഉയർന്നിട്ടുണ്ട്. എല്ലാ പരിമിതികളും ഉണ്ടായിട്ട് കൂടി അവർ ഉയർന്ന് അവരുടെ പരിമിതികളൊന്നും ഒരു പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കി അവരെ ലോകം സംസാരിക്കുന്ന മാതൃകയാക്കി, ഒരു മാതൃകാ വനിതയാക്കി അവളെ മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ പരാമർശിച്ച അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം ഇസ്ലാമിക ചരിത്രത്തിൽ ഇന്നും നമ്മൾ ഓർമ്മിക്കപ്പെടുന്ന ഒരു സഹാബി. അദ്ദേഹത്തിൻ്റെ കാര്യത്തിലാണ് ഒരു സൂറത്ത് ഇറങ്ങിയത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ മുഅദ്ദിനായിരുന്നു. അതുപോലെ തന്നെ മദീനയിലെ ഗവർണറായിരുന്നു. കാഴ്ച പരിമിതി ഉണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ അറിവും കഴിവും ഉപയോഗിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തിരഞ്ഞെടുത്തതിൽ പരിമിതി നോക്കിയിട്ടില്ല. അള്ളാഹു നോക്കുന്നത് അവരുടെ കണ്ണുകളിലേക്കോ ബാഹ്യ ശരീരങ്ങളിലേക്കോ അല്ല, മറിച്ച് നോക്കുന്നത് എവിടെയാണ് നോക്കുന്നത്? മനസ്സിലേക്കാണ്. അപ്പോൾ കാഴ്ചയുള്ള നമ്മളും കാഴ്ചയില്ലാത്ത നിങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ സമന്മാരാണ്. കാഴ്ചയുള്ളവർ അതിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. കാഴ്ചയില്ലാത്തവർ ആ ചോദ്യം വിധേയമാകപ്പെടുന്നില്ല. അവരുടെ മനസ്സിൻ്റെ ശുദ്ധത, അവരുടെ മനസ്സിൻ്റെ നിഷ്കളങ്കത, അവരുടെ തഖ്വ, അവരുടെ സ്നേഹം എല്ലാമാണ് അള്ളാഹു, നന്മകളൊക്കെയാണ് അള്ളാഹു അളക്കുന്നത്. അതാണ് അള്ളാഹു നിങ്ങളുടെ ശരീരങ്ങളെയും രൂപങ്ങളെയും നോക്കുന്നില്ല, ഹൃദയങ്ങളെയും പ്രവൃത്തികളെയുമാണ് നോക്കുന്നത്. കാഴ്ച അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു വിഷയമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിനെ ഓർക്കുന്നതിൽ കാഴ്ചൻ്റെ ആവശ്യമില്ല. നമ്മളെല്ലാവരും സമന്മാരാണ്. അള്ളാഹുവിന് രാവിലെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ദിക്ർ ചെല്ലാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാഴ്ച ഒരു പ്രശ്നമാണോ? ഇല്ല. എല്ലാവരും ദിക്ർ ചെല്ലണം, അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കണം, ഇല്ലേ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാം, ആരെങ്കിലും തൻ്റെ 2 കണ്ണുകളും നഷ്ടപ്പെട്ടിട്ടും ക്ഷമിച്ചാൽ അവന് പകരം സ്വർഗം ഞാൻ നൽകും എന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നമ്മൾ സ്മരിക്കേണ്ടതാണ്. ആരെങ്കിലും തൻ്റെ 2 കണ്ണുകൾ നഷ്ടപ്പെട്ടിട്ടും ക്ഷമിച്ചാൽ, എന്താ അവിടെ ക്ഷമിച്ചാൽ എന്ന് പറയുന്നതിൽ, എനിക്ക് കിട്ടിയ കണ്ണ്, എനിക്ക് നഷ്ടപ്പെട്ട കണ്ണ്, അതിന് പകരമായിട്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്യും. എനിക്ക് പരലോകത്തിൽ ജീവിതമുണ്ട്, ആ ജീവിതത്തിൽ എനിക്ക് സൗഭാഗ്യം ലഭിക്കണം, സ്വർഗം ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് പ്രവാചകൻ്റെ സുന്നത്തിന് അനുധാവനം ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ട്. ഈ ഒരു കൂട്ടായ്മ അള്ളാഹുവിൻ്റെ ഒരു പ്രീതി സമ്പാദിക്കുന്നൊരു കൂട്ടായ്മയാണ്. ഇത് സംഘാടകർക്ക് ഒരുപാട് നിങ്ങളോട് പറയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വൈകുന്നേരം വരെയുള്ള സെഷനിൽ നമ്മൾക്ക് സംവദിക്കാനുണ്ട്. നിങ്ങൾ പല ഭാഗത്തു നിന്നാണ്, കോഴിക്കോട് നിന്ന് വരുന്നുണ്ട്, കാസർഗോഡ് നിന്ന്, അതുപോലെ പിന്നെ പല പക്ഷേ കാഴ്ചയുള്ള അതുപോലെ തന്നെ ശരിക്കും 2 കണ്ണും കാണുന്ന ആൾക്കാർ പോലും എത്തിപ്പെടാത്ത രീതിയിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു സ്ഥൈര്യം, അതുപോലെ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ്, നിങ്ങളുടെ ഒരു ദൃഢപ്രതിജ്ഞ കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വലിയൊരു കുന്നിൻ്റെ ഒരു കുന്നും പുറത്തു പോലെ ഒരു വലിയ പ്രയാസം സഹിച്ച് ഈ പ്രദേശത്ത് എത്തിയത്. അതുതന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസാണ്, നമ്മുടെ മനസ്സിൻ്റെ ഒരു ഉൾക്കാഴ്ചയാണ്. കണ്ണിൻ്റെ പരിമിതി നമുക്കൊരു പ്രശ്നമല്ല, മറിച്ച് മനസ്സാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ള നിങ്ങളുടെ ദൃഢപ്രതിജ്ഞ. ആ ദൃഢപ്രതിജ്ഞയോടുകൂടി മുന്നോട്ട് പോയാൽ നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ പ്രീതി നേടാൻ പറ്റും.
അതിനായിട്ട് മാത്രമല്ല നമ്മൾ മാത്രം സ്വീകരിച്ചാൽ പോരാ, നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ ആദർശം പ്രചരിപ്പിക്കുകയും അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആദർശം പ്രസരിപ്പിക്കുന്നതിലും നമ്മുടെ പരിമിതിക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും കൂടി ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള വെളിച്ചം നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരും. ആ മനസ്സിൻ്റെ വെളിച്ചവും തെളിച്ചവും നന്മയും എല്ലാം കൂടി നമുക്ക് പരലോകത്ത് ഒരു വലിയ മുതൽക്കൂട്ടായി മാറുകയും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ നമ്മളൊക്കെ പ്രവേശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു മഹത്വം, അതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം നമുക്ക് നേടിയെടുക്കാനില്ല. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇത് സംഘടിപ്പിച്ച സംഘാടകർ പ്രത്യേകം അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. കോഴിക്കോട് നോർത്ത് ജില്ല വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രസിഡന്റ് എന്ന നിലക്ക് നിങ്ങൾക്കും സംഘാടകർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു ഇതൊരു സാലിഹായ കർമ്മമായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.